കൊലക്കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന നാടകത്തിന് ശേഷം എട്ടുകാലി മമ്മൂഞ്ഞുമാർ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാശ്രീമാർ. ഈ കന്യാശ്രീമാരെ കുറിച്ച് എട്ടുകാലി മമ്മൂഞ്ഞുമാർക്ക് ഭയങ്കര വേവലാതിയാണ്. ഇന്ന് അവരെ റിലീസ് ചെയ്തു. അതോടുകൂടി എട്ടുകാലി മമ്മൂഞ്ഞുമാർ കെട്ടിപ്പിടുത്തവും ഉമ്മവെപ്പും ലഡുകൊടുപ്പും ആഘോഷങ്ങളും തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ രക്ഷകൻ ആരാണ് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമല്ല. സകല പേരും കേരളത്തിലെ എ മുതൽ ഇസഡ് വരെയുള്ള രാഷ്ട്രീയക്കാർ കെട്ടിപ്പിടിപ്പും ഉമ്മവയ്പും ലഡു കൊടുപ്പും തുടങ്ങി. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്ന് അറിയില്ല. ഈ രണ്ട് കന്യാശ്രീമാരോട് ഇവർക്ക് എന്താണ് ഇത്രയും വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പണ്ടൊരു സ്ത്രീ അവിടെയെങ്ങാണ്ട് ബോംബ് വിഴുന്ന് ചത്തിട്ട് അത് ഒരു നേഴ്സായിരുന്നു. അവരെ ഒരു പട്ടി ചത്തേന്റെ വില പോലും അവർ കൊടുത്തില്ല. അപ്പൊ ഇവിടെ ആർക്കും ആരോട് സ്നേഹമില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഒരു മലയാളി എന്നുള്ള രീതിയിൽ അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നടക്കുന്നതെല്ലാം വെറും നാടകങ്ങളാണ്. എല്ലാവർക്കും തൻ പെരുമ ഉയർത്തി കാണിക്കണം, അത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ പിന്നിലെ രഹസ്യങ്ങൾ. ഈ രണ്ട് കന്യാശ്രീമാരും ഛത്തീസ്ഗഡിൽ പോയത് തൊഴിൽ തേടി പോയവരല്ല. അവർ സഭാവസ്ത്രങ്ങൾ അണിഞ്ഞു നടക്കുന്നവരാണ്. സഭയെ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവര് നേരിട്ട് മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഇവരുടെ സഭ മതപരിവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ നിരപരാധികളാണ്. കാരണം അവര് ഈ രണ്ട് കന്യാശ്രീകളായി മേളിൽ നിന്ന് വരുന്ന ആ ഓർഡർ അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ലാതെ ഇവർക്ക് നേരിട്ട് അതിൽ പങ്കില്ല. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോലും ക്രിസ്ത്യാനികൾക്ക് സമാധാനമായി ഒരു പാർക്കിൽ ചെന്നിരിക്കാനോ ഒരു തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാനോ ഒരു മാർക്കറ്റിൽ പോയിട്ട് ജീവനും കൊണ്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ 300, 400, 500 പേരെയൊക്കെയാണ് ഒരുമിച്ച് വെടിവെച്ച് കൊല്ലുന്നത്. ഇതെല്ലാം നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ എത്ര ക്രിസ്ത്യാനികളെ ആര് വെടിവെച്ച് കൊല്ലുന്നു? മറ്റാരെങ്കിലും വെടിവെച്ച് കൊല്ലുന്നുണ്ട്? ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഛത്തീസ്ഗഡിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വംശീയ കലാപങ്ങൾ അവിടെ നിരന്തരം ഉള്ളതാണ്. രണ്ട് ചേരികളാണ് തമ്മിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ഭരണമാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്നത് പോലെ അല്ല ഇപ്പോഴുള്ളത്. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് വിരട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ നേതാക്കളൊക്കെ ഒന്ന് വിരട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ രാജ്യത്തുനിന്ന് രണ്ട് മന്ത്രിമാരങ്ങ് പോകുമായിരുന്നു. ചെന്ന് അവരെ കാല് പിടിക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ. ഇന്ന് ലോകം ഭരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിരട്ടിയാൽ പോലും ഇവിടെ ഒരു കൂത്തിയും മൈൻഡ് ചെയ്യാറില്ല. അയാൾ എന്തെല്ലാം രീതിയിലാണ് നമ്മളെ വിരട്ടാൻ നോക്കുന്നത്. ഒരു കാര്യത്തിനും നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു വിഷയമില്ല. അത്രയും ശക്തമായിക്കൊണ്ടാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെതായ ചൊരുക്കുകൾ പലർക്കും ഉണ്ടെന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. ആരൊക്കെ ചൊരുക്കിയാലും ചൊരുക്കിയില്ലെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യം മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ശക്തമായ നിലപാടുകൾ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പൊ തന്നെ 25% നമുക്ക് ടാക്സ് നൽകി കളയൂ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വിരട്ടി നോക്കി. റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ നിങ്ങൾ അങ്ങനെ ആക്കി കളയും ഇങ്ങനെ ആക്കി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് വിരട്ടി. എന്തെങ്കിലും നടക്കുന്നു? ഒരു കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ അമേരിക്കയിൽ എപ്പോഴേ 2 മന്ത്രിമാർ എത്തിയിട്ടുണ്ടാവും. ട്രംപിന്റെ കാല് തടവി കൊടുത്ത എണ്ണയിട്ട് താലൊക്കെ ഈ മുട്ടൊക്കെ തിരുവി കൊടുത്ത് ഞങ്ങൾ അങ്ങനെ അല്ല എണ്ണ ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ഇവിടെ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ ഭരണഘടനയും കാര്യങ്ങളും ഒക്കെ നമ്മളും അംഗീകരിച്ച് രാജ്യം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നൊക്കെ തന്നെ നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനെ ഇല്ലാതാക്കാൻ പാടില്ല. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് മതക്കാരെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ ആ പ്രവർത്തനം? അത് തെറ്റായ പ്രവർത്തനമല്ലേ? നമ്മുടെ മതത്തിന് നമ്മുടെ ആചാരങ്ങളനുസരിച്ചും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് മറ്റ് മതസ്ഥരെ എല്ലാം നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരിക, അത്തരം രീതികൾ തെറ്റാണ്. ഒരു വ്യക്തി സ്വമനസ്സായ പ്രായപൂർത്തിയായതിനു ശേഷം
18-20 വയസ്സായതിനു ശേഷം അദ്ദേഹത്തിന് തോന്നുകയാണ് ക്രിസ്തു മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വീകരിക്കാം. ആ സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ മതപരിവർത്തനം നടത്തുന്നതും മതത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ തെറ്റായ പ്രവർത്തികളാണ്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലത്തിൽ പോകാനുള്ള അവകാശമുണ്ട്. ഏത് അമ്പലത്തിൽ വേണമെങ്കിലും ഹിന്ദുക്കൾക്ക് എല്ലാം പോകാൻ പറ്റും. ഇന്ന് അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഹിന്ദുവിനെ സംരക്ഷിക്കാൻ ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. അന്ന് അനാഥമായിട്ട് കിടന്നവരെയൊക്കെ ഇന്ന് സംരക്ഷിക്കാൻ ആളുണ്ടായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 10, 100, 50 വർഷത്തിന് മുമ്പ് നടന്നതുപോലെ തന്നെ ഇന്ന് കുറേ പാൽപ്പൊടിയും പഞ്ചാരയും ഗോതമ്പും കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞാലൊന്നും ഒരുപക്ഷെ അത് നേരെ ആവില്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സഭാ നേതൃത്വങ്ങൾ ചിന്തിക്കണം. ഇവിടെ നിന്ന് കുറേ കന്യാസ്ത്രീമാരൊക്കെ അങ്ങോട്ട് വിട്ട് പൊതുവിലേ ഇപ്പോഴും കേരളത്തിൽ നിന്ന് കന്യാസ്ത്രീമാരെ കിട്ടാനില്ല. അത് വളരെ വ്യക്തമായിട്ട് കന്യാസ്ത്രീമാർ തന്നെ വന്ന് രംഗത്ത് വന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടികളെപ്പോലും ഒരു വീട്ടിൽ നിന്നും ആരും കന്യാസ്ത്രീകളായിട്ട് അയക്കരുത് എന്ന്. ഈ സാഹചര്യത്തിൽ കന്യാസ്ത്രീമാരെ കിട്ടാനില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർ ചിന്തിക്കും ഈ കുട്ടികളെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും കന്യാസ്ത്രീ മഠങ്ങളിൽ പണിയെടുക്കാനും അവിടുത്തെ തുണി കഴുകാനും പശുവിനെ മേയ്ക്കാനും അവിടുത്തെ തെരുത്തിലെ ചാണാൻ മാരാനും ആളെ കിട്ടാത്ത അവസ്ഥ കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു 100% സത്യമാണ്. അപ്പോഴും അവർ കണ്ടെത്തിയിരിക്കുന്ന ചില മാർഗങ്ങളാണ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അവിടെ ഈ ആദിവാസികളെ പോലെ കിടക്കുന്ന അനാഥരായിട്ട് കിടക്കുന്ന കുറേവരെയൊക്കെ സംഘടിപ്പിച്ചും പറക്കിയും ഒക്കെ സഭയ്ക്ക് നേതൃത്വങ്ങൾ കൊടുക്കാനും സഭയിലേക്ക് അംഗങ്ങളെ കൂട്ടാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ വച്ച് മതിയാക്കിക്കൊണ്ട് അവിടെ ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുടെ പരമ്പര പെറ്റുപരിവലും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ പുതിയ പുതിയ ആൾക്കാരെ സഭയിൽ ചേർക്കാനും പുതിയ പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. ബെന്തിക്കോസുകൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഓരോരോ ജംഗ്ഷനിലൊക്കെ ചെന്ന് നിന്നുകൊണ്ട് മൈക്ക് കെട്ടിവെച്ച് അവർ വിളിച്ച് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമങ്ങളും വചനങ്ങളും അതും ഇതുമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. മറ്റുള്ളവർ കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ നേരെയൊക്കെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തുടരുകയാണെങ്കിൽ അതൊക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. പണ്ടൊക്കെ ഓരോ സ്റ്റേജ് കെട്ടി വെച്ചിട്ട് പല മതക്കാരും ചെയ്തിരുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. സ്റ്റേജ് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചേ ഫൽമാൻ ജയിച്ചെന്ന് പറയുന്നത് പോലെ സ്റ്റേജ് കെട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളോട് മുട്ടാൻ ആരുണ്ട്, ഞങ്ങൾ വലിയവർ, ഞങ്ങളോട് മുട്ടാൻ ആരുണ്ടെന്നൊക്കെ ചോദിച്ചിരുന്ന അവരൊക്കെ പോലും തലതാഴ്ത്തി മാളത്തിൽ ഒതുങ്ങി. ക്രിസ്ത്യാനികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ലോകത്ത് എവിടെയെങ്കിലും സുഖകരമായി ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യയിലാണ് എന്നുള്ള സത്യം വ്യക്തമായി മനസ്സിലാക്കുക. ലോകത്തൊരിടത്തും ക്രിസ്ത്യാനികൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ അവസ്ഥ ഇന്ത്യയിലും വരുത്താതിരിക്കേണ്ടതാണ്. സ്വന്തം അനുയായികളെ നോക്കി സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുക.